എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th NCERT സഞ്ജയൻ എന്ന ബുക്കിലെ നാലാമത്തെ ചാപ്റ്ററായ വൈജ്ഞാനിക് ചേതന കെ വാഹക് ചന്ദ്രശേഖർ വെങ്കിട്ട് രാമൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസറാണ്. ചാപ്റ്റർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് കേട്ട് നോക്കാം നമുക്ക്. निम्नलिखित प्रश्नों के उत्तर एक दो पंक्तियों में दीजिए. फर्स्ट क्वेश्चन എന്താണ്? രാമൻ ഭാവുക് പ്രകൃതി പ്രേമിക്ക് അലാവ ഓർ ക്യാ ദേ? ഒരു പ്രകൃതി സ്നേഹി കൂടെ അല്ലാതെ, പ്രകൃതി സ്നേഹി മാത്രമല്ല വേറെ എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. രാമൻ ഭാവുക് പ്രകൃതി പ്രേമിക്ക് അലാവ ഏക ജിജ്ഞാസു വൈജ്ഞാനിക് ദേ. അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹി മാത്രമല്ല, അത് കൂടാതെ വൈജ്ഞാനിക്, ഒരു വൈജ്ഞാനികൻ എന്ന എല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യൂരിയോസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്തിലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ രീതിയിൽ അതെന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സമുദ്രക്കോ തേക്കർ രാമൻ കെ മന്മേ കോൺസി ദോ ജിജ്ഞാസായ മുടി. സമുദ്രത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രണ്ട് തരത്തിലുള്ള ആകാംക്ഷ, ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ, ഉത്കണ്ഠയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്താണ് ആൻസർ? സമുദ്രക്കാ രംഗ് നീല ക്യോ ഹോത്താ ഹേ. അദ്ദേഹം എന്താ ചോദിച്ചത്? സ്വയം ചോദിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് സമുദ്രത്തിൻ്റെ കളറ് നീല മാത്രമെന്ന്. സമുദ്രക്കാ രംഗ് നീല ഹി ഹോത്താ ഹേ ഓർ കുച്ച് ക്യോം നഹി. എന്തുകൊണ്ടാണ് നീല മാത്രമായിട്ടിരിക്കുന്നത്? അതിന് ബ്ലൂ കളർ മാത്രം എന്താണ് സമുദ്രത്തിൻ്റെ വെള്ളത്തിന്? വേറെ എന്ത് കളർ എന്താണ് വരാത്തതെന്നുള്ള രണ്ട് ക്വസ്റ്റ്യനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? രാമൻ കി പിതാനെ ഉന്മേ കിൻ വിഷയോം കി സശക്ത നീവ് ഡാലി. രാമൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ സശക്തമായ അല്ലെങ്കിൽ ശക്തമായ ഒരു കഴിവ് അദ്ദേഹത്തിന് കണ്ടെത്തിയത് എന്തായിരുന്നു എന്ന്. രാമൻ കി പിതാനെ ഉന്മേ ഗണിത് और ഭൗതികി വിഷയോം കി സശക്ത നീവ് ഡാലി. ഫിസിക്സിലും അതുപോലെ തന്നെ മാത്സിലും ശക്തമായൊരു കഴിവ് ഉണ്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ രാമൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചു എന്ന്. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം അതിനെ പഠിപ്പിക്കുകയും ചെയ്തു. फोर्थ क्वेश्चन എന്താണ്? വാദ്യയന്ത്രों की ध्वनियों के अध्ययन के द्वारा രാമൻ क्या करना चाहते थे. വാദ്യയന്ത്രങ്ങളുടെ ആ ധ്വനി, ശബ്ദങ്ങൾ അത് പഠിക്കാൻ അധ്യയൻ കെ ദ്വാര എന്താണ് അദ്ദേഹം സ്ഥാപിച്ചത്? അത് പഠിച്ചുകൊണ്ട് അദ്ദേഹം എന്താണ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്? രാമൻ വാദ്യയന്ത്രों की ध्वनियों के द्वारा उनके पीछे छिपे रहस्य की पर्दे खोलना चाहते थे. അദ്ദേഹം വാദ്യയന്ത്രങ്ങളുടെ ആ സൗണ്ട് എങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ പിന്നിലുള്ള ആ രഹസ്യം എന്താണ് എന്ന്, പർദ്ദയെന്ന് പറഞ്ഞാൽ ആ രഹസ്യം പുറത്തു കൊണ്ടുവരിക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സർക്കാരി നൗകരി ചോടനയ്ക്ക് പീച്ചെ രാമൻ കി ക്യാ ഭാവനാദി. അദ്ദേഹം ആ കാലഘട്ടത്ത് ഗവൺമെൻറ് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ഉപേക്ഷിച്ചു. അത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. वह चाहता था कि पढ़ाई करके विश्वविद्यालय के शिक्षक बनकर अध्यापन और शोध कार्यों में अपना पूरा समय लगाए. അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചിരുന്നത്? പഠായി കർക്കെ, പഠിച്ചുകൊണ്ടേയിരിക്കുക. വിശ്വവിദ്യാലയത്തിലാണെങ്കിൽ എന്താണ്? എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ വിശ്വവിദ്യാലയത്തിൽ ശിക്ഷക് എന്ന് പറഞ്ഞാൽ അധ്യാപകനായിട്ടും, അതുപോലെ തന്നെ എന്താണ് അധ്യാപകൻ എന്താ ചെയ്യുന്ന? പഠിപ്പിക്കുക. അതുപോലെ തന്നെ എന്താണ്? പഠിക്കുകയും ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ശോധകാര്യമേ, റിസർച്ച് കാര്യങ്ങളിൽ മുഴുവൻ സമയവും പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ്? രാമൻ പ്രഭാവ് കി ഖോജ് കെ പീച്ചെ കോൺസാ സവാൽ ഹിലോരെ രഹാദ. രാമൻ പ്രഭാവ് എന്ന ആ ഒരു കണ്ടുപിടുത്തം, ആ ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു അതിൽ ഉൾക്കൊണ്ടിരുന്നത്? രാമൻ കി ഖോജ് കെ പീച്ചെ കാ സവാൽ ആഖിർ സമുദ്ര കെ പാനി കാ രംഗ് നീല ഹി ക്യോ ഹെ. അദ്ദേഹം ആ രാമൻ പ്രഭാവം എന്ന് പറയുന്നത് എന്തായിരുന്നു കണ്ടുപിടുത്തം? അതായത് സമുദ്രത്തിൻ്റെ കളറ്, വെള്ളത്തിൻ്റെ കളർ എന്തുകൊണ്ടാണ് നീല മാത്രമായിരിക്കുന്നത്? അതായിരുന്നു രാമൻ്റെ കണ്ടുപിടുത്തം. അതെന്താണെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. പ്രകാശ് തരംഗോं के बारे में
ഐൻസ്റ്റീൻ ने क्या बताया? പ്രകാശങ്ങളുടെ ആ തരംഗങ്ങൾ അതിനെക്കുറിച്ച് ഐൻസ്റ്റീൻ എന്താണ് പറഞ്ഞിരുന്നത്? ഐൻസ്റ്റീൻ ने कहा कि प्रकाश അതിസൂക്ഷ്മ കണോं की തീവ്രധാര के समान है. അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത്? പ്രകാശരശ്മികൾ അതിസൂക്ഷ്മ കണങ്ങളുടെ ഒരു തരം വളരെ തീവ്രധാര എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ പോകുന്ന ഒരു കൂട്ടം അതിസൂക്ഷ്മ കണങ്ങളാണ് പ്രകാശങ്ങൾ. ഉനോനെ ഇൻ കണോं की तुलना बुलेट से और इन्हें फाउंटेन नाम दिया. അദ്ദേഹം എന്ത് ചെയ്തു? ഈ സൂക്ഷ്മ കണങ്ങളുടെ തുലന, അതായത് താരതമ്യം ചെയ്തത് എന്തിനാണ്? ബുള്ളറ്റിനോടാണ് താരതമ്യം ചെയ്തത്. എന്നിട്ട് അദ്ദേഹം എന്ത് പേര് കൊടുത്തു? ഫൗണ്ടൻ എന്ന് പേര് കൊടുത്തു. രാമൻ കെ കോജിനെ കിൻ അധ്യയനോക്കോ സഹജ് ബനായ. രാമൻ്റെ കണ്ടുപിടുത്തങ്ങൾ എന്ത് പഠിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ എന്ത് പഠിക്കാനായിട്ടാണ് മറ്റുള്ള വിദ്യാർത്ഥികൾക്കൊരു പ്രേരണയായി മാറിയത്? രാമൻ കി കോജിനെ പദാർത്ഥോं के अणुओं और परमाणुओं के बारे में खोज के अध्ययन को सहज बनाया. അദ്ദേഹത്തിൻ്റെ ഈ മോളിക്യൂൾസിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ ആ ഒരു അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനായിട്ട് പുതിയൊരു അധ്യായം തന്നെ തുറന്നു കൊടുത്തു. ഇതെല്ലാം 1-2 സെൻറ്റൻസിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എന്താണ്? നിമ്നലിഖിത പ്രശ്നോं के उत्तर 20-50 शब्दों में लिखिए. 25 അല്ലെങ്കിൽ 30 സെൻറ്റൻസിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോളേജ് കെ ദിനോമേ രാമൻ കി ദിലി ഇച്ഛ ക്യാ തി. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്തായിരുന്നു? कॉलेज के दिनों में रामन की दिली इच्छा तो यही थी कि अपना सारा जीवन शोध कार्यों को ही സമർപ്പിത് कर दे. അദ്ദേഹത്തിൻ്റെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു ആഗ്രഹം? തൻ്റെ ജീവിതകാലം മുഴുവൻ എന്താണ്? റിസർച്ച് കാര്യങ്ങളിൽ അതിനായിട്ട് മാത്രം സമർപ്പിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അദ്ദേഹം പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ കണ്ടുപിടിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ എപ്പോഴും റിസർച്ച് ചെയ്യുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹമെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാദ്യയന്ത്രോं पर की गई खोजों से രാമനെ कौन सी भ्रांति तोड़ने की कोशिश की. വാദ്യയന്ത്രങ്ങളുടെ ആ സൗണ്ടിൽ അത് കണ്ടുപിടിച്ചപ്പോൾ എന്തിനെയാണ് അദ്ദേഹം തകർക്കാനായിട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്താണ് അദ്ദേഹം തിരുത്തിയതെന്ന്? वाद्ययंत्रों पर की गई खोजों के माध्यम से रामन ने यह भ्रांति तोड़ने की कोशिश की कि भारतीय वाद्य यंत्र विदेशी वाद्यों की तुलना में घटिया है. അതായത് വിദേശികൾക്കൊരു ധാരണയുണ്ടായിരുന്നു കേരളീയ അല്ലെങ്കിൽ ഭാരതീയ വാദ്യയന്ത്രങ്ങൾ മോശമാണ്, അവരുടെ വാദ്യയന്ത്രങ്ങളാണ് നല്ലതെന്ന്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹം മാറ്റിയെടുത്തു. രാമൻ के लिए नौकरी संबंधी कौन सा निर्णय कठिन था. രാമന് ജോലി സംബന്ധമായിട്ട് എന്ത് തീരുമാനമെടുക്കാനായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? രാമൻ സർക്കാർ കെ വിത്ത് വിഭാഗ് കി ബഹുത് പ്രതിഷ്ഠിത് നൗകരി पर था. അദ്ദേഹം എന്താണ്? വിത്ത് വിഭാഗ് കി ബഹുത് പ്രതിഷ്ഠിത് നൗകരി पर था. അദ്ദേഹം എന്താണ്? സർക്കാരിലെ ഉന്നതമായ ഒരു പദവിയിൽ ഇരിക്കുന്ന സമയത്ത് വഹാം വേതൻ തഥാ സുഖ സുവിധായും ആകർഷക്തി. എന്താണ്? സാമ്പത്തിക കാര്യത്തിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ശമ്പളവും പിന്നെ അവിടെ സുഖസൗകര്യങ്ങളും എല്ലാം വളരെ ആകർഷകമായ രീതിയിലുള്ളതായിരുന്നു. ജബുനെ കൽക്കത്ത വിശ്വവിദ്യാലയമേ ഭൗതികിക്ക് പ്രൊഫസർ പതുക്കോ. പക്ഷേ കൽക്കത്ത വിശ്വവിദ്യാലയത്തിൽ സയൻസിൽ പ്രൊഫസറായിട്ട് ജോലി അദ്ദേഹത്തിന് ഒരു ഓഫർ വന്നു. സ്വീകാർ കർണേ കാ പ്രസ്താവ് മിലാത്തോ ഉൻകെ ലിയേ നിർണയ കർണ കഠിൻ ഹോ ഗയ. അദ്ദേഹത്തിന് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത്, സർക്കാർ ജോലി വേണോ അല്ലെങ്കിൽ വിശ്വവിദ്യാലയത്തിൽ റിസർച്ച് പ്രൊഫസറായിട്ട് ജോലി നോക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വേ കം വേതന और कम सुविधाओं वाले प्रोफेसर पद का अपनाए या सरकारी पद पर बने रहे. കുറഞ്ഞ സംവിധാനങ്ങളുള്ള സുഖസൗകര്യങ്ങളുള്ള പ്രൊഫസർ പദവിയിൽ ഇരിക്കണോ അല്ലെങ്കിൽ എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള സർക്കാരി ജോലിയിൽ ഇരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? ആ സർക്കാരി ജോലി ഉപേക്ഷിച്ചുകൊണ്ട് വിശ്വവിദ്യാലയത്തിലെ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. കാരണം അദ്ദേഹത്തിന് എന്തായിരുന്നു ആഗ്രഹം? ഫുൾ ടൈം റിസർച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സർ ചന്ദ്രശേഖർ വെങ്കട്ട് കോ സമയ പർ കിൻ കിൻ പുരസ്കാരം സെ സമ്മാനിത് കിയാ ഗയാ. അദ്ദേഹത്തിന് എന്തൊക്കെ പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? 1924 में रॉयल सोसाइटी की सदस्यता, 1929 में सर की उपाधि, 1930 में भौतिकी में
നോബൽ പുരസ്കാർ, പിന്നെന്താണ് റോയൽ സൊസൈറ്റി കാ യൂസ് പദക്, റോം കാ മെസ്യൂസി പദക്, റൂസ് കാ അന്തർരാഷ്ട്രീയ ലെനിൻ പുരസ്കാർ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് എന്താണ്? രാമൻ को मिलने वाले पुरस्कारों ने ഭാരതീയ ചേതന ജാഗ്രത് കിയ ऐसा क्यों कहा गया है? അദ്ദേഹത്തിന് കിട്ടിയ ഈ പുരസ്കാരങ്ങളെല്ലാം ഭാരതത്തിന് പുതിയൊരു ഉണർവുണ്ടാക്കി. അതെന്താണ് അങ്ങനെ പറയാൻ കാരണമെന്നാണ് ക്വസ്റ്റ്യൻ. രാമൻ को मिलने वाले पुरस्कारों से भारतीयों का आत्मसम्मान और आत्मविश्वास बढ़ा. അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ വംശജന് ഇങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ നേടി എടുത്തത് ഭാരതീയ ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസവും അതുപോലെ തന്നെ ആത്മസമ്മാനം, അഭിമാനവും ഉണ്ടാക്കി കൊടുത്തു, വർദ്ധിപ്പിച്ചു. കാര്യം ഒരു ഇന്ത്യനും ഇതെല്ലാം സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം. ഉന്മേ വിജ്ഞാൻ കെ പ്രതി അധിക് ജാൻകാരിയം പ്രാപ്ത് കർണേക്ക് പ്രേരണ മിൽ. അതുകൂടാണ്ട് ഇന്ത്യയിലുള്ള യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതലൊരു പ്രേരണ, ഒരു ഉത്സാഹം കിട്ടി, പ്രേരണ കിട്ടി. भारत के अनेकों युवकों ने वैज्ञानिक शोध कार्यों की ओर अपना रुचि रखा. എന്ത് ചെയ്തു? ഭാരതത്തിലെ യുവാക്കന്മാർ ഈ റിസർച്ച് കാര്യങ്ങളിൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ ആ അഭിരുചി അതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു. എന്തിൽ? റിസർച്ച് കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന്. രാമൻ കെ പ്രാരംഭിക് ശോധ കാര്യവും കോ ആധുനിക് ഹഠയോഗ ക്യോ കഹാ ഗയാ ഹെ. എന്താണത്? രാമൻ കോ സർക്കാരി നൗകരി മിലാ ലേക്കിൻ ഉസ്കെ പാസ് സമയ കാ അഭാവ് താ. രാമന് എന്താണ്? ചെറുതിലേ തന്നെ ഗവൺമെൻറ് ജോലി കിട്ടി, പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നില്ല. രാവിലെ ജോലിക്ക് കയറിയാൽ വൈകിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. फिर भी वह कलकत्ता की उस छोटी सी प्रयोगशाला में अपना शोध कार्य करने के लिए जाया करता था. പക്ഷേ സമയം കണ്ടെത്തി അദ്ദേഹം കൽക്കത്തയിലെ ആ ചെറിയ പ്രയോഗശാല എന്ന് പറഞ്ഞാൽ തന്നെ ആ ലബോറട്ടറിയിൽ അദ്ദേഹം തൻ്റെ റിസർച്ച് കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഇവിടെ വരും. വഹാം സാധനമൊക്കെ നിതാന്തബാധ. പക്ഷെ ആ ലബോറട്ടറിയിൽ എന്തുണ്ട്? റിസർച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ വളരെ കുറവായിരുന്നു. ലേക്കിൻ ശോധകാര്യമേ ഉസ്കി ദൃഢ ഇച്ഛാശക്തി. പക്ഷേ അദ്ദേഹത്തിന് റിസർച്ച് ചെയ്യാനുള്ള മനസ്സിൻ്റെ ആ ദൃഢമായ ഇച്ഛ കൊണ്ട് അല്ലെങ്കിൽ ആ ആഗ്രഹം കൊണ്ട് ഉനി ഉപകരണവും സെ കാം കിയാ കർത്തത. ആ ഒരു ഉപകരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ റിസർച്ച് കാര്യങ്ങൾ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. രാം കി ഗോജ് രാമൻ പ്രഭാവ് ക്യാ ഹെ. ഈ രാമൻ ഗോജ് അല്ലെങ്കിൽ രാമൻ കണ്ടുപിടിച്ച ആ രാമൻ എഫക്റ്റ്, രാമൻ പ്രഭാവ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. രാമൻ പ്രഭാവ് കാ അർത്ഥ ഹെ ഉൻകെ ദ്വാര ഗോജ ഗയാ സിദ്ധാന്ത്. രാമൻ്റെ ആ പ്രഭാവം, രാമൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ടെത്തിയ ആ സിദ്ധാന്തത്തെയാണ് രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. രാമൻ के मस्तिष्क में समुद्र के नीले रंग के बारे में जो सवाल 1921 की समुद्र यात्रा के समय आया तो. രാമൻ്റെ മസ്തിഷ്കത്തിൽ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ സമുദ്രക്ക് നീല രംഗയ്ക്ക് ബാരമേ, സമുദ്രത്തിൻ്റെ ആ നീല കളറുണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ. അതെന്നാണ് വന്നത്? 1921 അദ്ദേഹം ഒരു സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ ചോദ്യം മനസ്സിൽ വന്നത്. ഒരു ന്യൂസ്കെ രഹസ്യക്കോ ജാനേക്കേരി നിശ്ചയിക്കുക. അദ്ദേഹം എന്ത് ചെയ്തു? ആ രഹസ്യം എന്താണ്, അതിൻ്റെ രഹസ്യം എന്ന് കണ്ടുപിടിക്കുന്നതിന് തീരുമാനിച്ചു. ഇസ്മേ ഏകവർണ്ണീയ പ്രകാശ് കി അത് ആ ഒരു ആഗ്രഹത്താൽ അദ്ദേഹം ഏകവർണ്ണീയ പ്രകാശ് കി കിരൺ കിസി തരളിയ ടോസ് രവേദാർ പദാർത്ഥവും സെ ഗുസർത്തി ഹേത്തോ. അപ്പോൾ ആ കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് ഏകവർണ്ണീയ, അതായത് ഒരു കളറുള്ള പ്രകാശരശ്മികളിൽ ഏതെങ്കിലും ഒരു തരളിയ ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡായോ ലിക്വിഡായോ പദാർത്ഥത്തിൽ കൂടി ഗുജർത്തി ഹേത്തോ കടന്നു പോകുമ്പോൾ ഉസ്കെ വർണ്ണമേ, അതിൻ്റെ വർണ്ണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ നിറത്തിൽ പരിവർത്തനാത്ത ചേഞ്ചസ് വരുന്നു. ഏകവർണ്ണീയ പ്രകാശ് കി കിരൺ കെ ഫോണ്ടൻ ജബ് സരൽ ടോസ് രവേസെ ടക്രാനെ കെ കാരണം. എന്തുകൊണ്ടാണ് ആ പരിവർത്തനം കളറിന് ചേഞ്ച് വരുന്നത്? ഒരു വർണ്ണത്തിൻ്റെ പ്രകാശത്തിൻ്റെ കിരണങ്ങളുടെ അതായത് ഫോണ്ടൻ ജബ് എപ്പോഴാണോ ആ തരളിയ ടോസ്, അതായത് ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡായ ആ പദാർത്ഥത്തിൽ
ടക്കരാനയ്ക്ക് കാരണം തട്ടുമ്പോഴാണ് അല്ലെങ്കിൽ കൂട്ടിമുട്ടുമ്പോഴാണ് എന്ത് പറ്റുന്നു, ഊർജ കാ കുച്ച് അംശ, ആ ഊർജത്തിൻ്റെ ആ എനർജിയുടെ കുറച്ച് അംശം ചിലപ്പോൾ ഗോദേത്തെ നഷ്ടപ്പെടുന്നു, യാ പാദേത്തെ അല്ലെങ്കിൽ അതിൽ കുറച്ച് നേടാനും പറ്റുന്നു. അതായത് സോളിഡ് ആയതും ഈ ഒരു നിറത്തിലുള്ള രശ്മികൾ ഏതെങ്കിലും ലിക്വിഡ് ആയതും അല്ലെങ്കിൽ സോളിഡ് ആയതുമായ പദാർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ മുട്ടിയിട്ട് എന്താണ്, അതിൻ്റെ ഊർജം അല്ലെങ്കിൽ എനർജി കുറച്ച് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കുറച്ച് ലഭിക്കുകയോ ചെയ്യുന്നു, കൂടുതൽ കിട്ടുകയോ ചെയ്യുന്നു. ദോനോ ഹി സ്ഥിതിയോമേ പ്രകാശ് കെ വർണ്ണന്മേ ബദലാവ് ലാത്തേ ഹെ. പക്ഷേ ഈ രണ്ടവസ്ഥയിലും എന്ത് സംഭവിക്കുന്നു, കളറിന് ചേഞ്ചസ് വരുന്നു എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ച ആ രാമൻ എഫക്റ്റ്. रामन प्रभाव की गोज, नेक्स्ट क्वेश्चन എന്താണ്, രാമൻ പ്രഭാവ് की गोज से विज्ञान के क्षेत्र में कौन कौन से कार्य संभव हो सके. അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തം രാമൻ എഫക്റ്റിൽ ഈ സയൻറ്റിസ്റ്റിൻ്റെ ആ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ഒരു മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കൊണ്ടുവന്നത് രാമൻ എഫക്റ്റ് കാരണം. ഒന്നാമത്തെ എന്താണ്, विभिन्न पदार्थों के अणुओं और परमाणुओं की आंतरिक संरचना का अध्ययन सहज हो गया. അതായത് പലതരത്തിലുള്ള പദാർത്ഥങ്ങളുടെ അണുവും അവർ പരമാണുവും, അതായത് മോളിക്യൂസിൻ്റെയൊക്കെ ആന്തരിക് സംരചന, ആ ആന്തരിക് സംരചന എന്ന് പറഞ്ഞാൽ എന്താണ്, അത് തമ്മിലുള്ള ആ ഒരു യോജിപ്പിക്കൽ അതിൻ്റെ പഠനത്തിൽ വളരെയധികം എളുപ്പമുണ്ടാക്കി തീർത്തു. नेक्स्ट എന്താണ്, रामन की खोज के बाद पदार्थों की आणविक और परमाणुक संरचना के अध्ययन के लिए रामन स्पेक्ट्रोस्कोपी का सहारा लिया गया. അതായത് ഈ പരമാണുക്കളുടെയും മോളിക്യൂസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് രാമൻ എഫക്റ്റ്, അത് സ്പെക്ട്രോസ്കോപ്പി എന്നൊരു പുതിയൊരു കണ്ടുപിടുത്തത്തിലേക്ക് ആ ഒരു സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അധ്യയനം, അതിൻ്റെ പഠനം വളരെ എളുപ്പത്തിലാക്കാൻ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു. रामन की तकनीक एकवर्णीय के वर्ण में परिवर्तन के आधार पर पदार्थों के अणुओं और परमाणुओं की संरचना की सटीक जानकारी देने लगी. നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചത് നേരത്തെ ഇതിന് മുമ്പ് രാമൻ എഫക്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാമൻ്റെ ഈ കണ്ടുപിടുത്തങ്ങൾക്ക് മുമ്പ് ഇതിനെയൊക്കെ കറക്റ്റായിട്ടൊരു റിസർച്ച് ചെയ്യാനായിട്ട് അവർക്ക് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ചിലപ്പോഴൊക്കെ ഇത് തെറ്റുപറ്റാനായിട്ട് സാധ്യത ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ രാമൻ്റെ ഈ സ്പെക്ട്രോസ്കോപ്പിയിലൂടെ അതിൻ്റെ ആ കണ്ടുപിടുത്തങ്ങളെല്ലാം സട്ടീക്ക് ജാൻകാരി, അതായത് കൃത്യമായിട്ടുള്ളൊരു അറിവ് നേടാനായിട്ട് സഹായിച്ചു. ഇനി എന്താ നെക്സ്റ്റ്, ദേശ് की वैज्ञानिक दृष्टि और चिंतन प्रदान करने में सर चंद्रशेखर वेंकट रामन के महत्वपूर्ण योगदान पर प्रकाश डालिए. നമ്മുടെ ദേശത്തിൻ്റെ ആ സയൻറ്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിൽ സർ ചന്ദ്രശേഖർ വെങ്കട്ട് രാമൻ്റെ ആ മഹത്വപൂർണ്ണമായ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം സഹായിച്ചു എന്നുള്ളത് നമ്മൾ സ്വയം എഴുതുക. सर चंद्रशेखर वेंकट रामन का व्यक्तित्व प्रयोगों और शोधपत्र लेखन के अलावा उनके अंदर एक राष्ट्रीय चेतना भी थी. അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തിൽ എന്താണ് പ്രയോഗവും, അതായത് റിസർച്ച് ചെയ്യാനും അതുപോലെ തന്നെ റിസർച്ച് ലേഖനങ്ങൾ തയ്യാറാക്കാനും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളിൽ രാഷ്ട്രീയ ചേതനാപതി, ഒരു രാഷ്ട്രീയ ബോധവും കൂടി ഉണ്ടായിരുന്നു. വേ ദേശ് കെ വൈജ്ഞാനിക ദൃഷ്ടി അവർ വികാസ് മേ, അദ്ദേഹം ദേശത്തിൻ്റെ വൈജ്ഞാനികമായ ആ സയൻറ്റിഫിക്കായ ആ ഒരു കാഴ്ചപ്പാടിൽ അതുപോലെ തന്നെ അതിൻ്റെ വികാസത്തിൽ പരിവർത്തൻ ലാനാ ചാഹത്തെ, ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഉന്നതി കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. उन्होंने सरकारी नौकरी छोड़कर वैज्ञानिक कार्यों के लिए अपना जीवन समर्पित कर दिया. അദ്ദേഹം തൻ്റെ ഗവൺമെൻറ് ജോലി ഉപേക്ഷിച്ചുകൊണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ട് തന്നെ അദ്ദേഹം തൻ്റെ ജീവൻ മുഴുവനും അർപ്പിച്ചു. उन्होंने रामन प्रभाव की खोज से നോവൽ പുരസ്കാർ प्राप्त किया. അദ്ദേഹം തൻ്റെ ആ രാമൻ എഫക്റ്റിലൂടെ നോവൽ പുരസ്കാരം നേടിയെടുത്തു. ബംഗളൂർ മേ ശോധ സംസ്ഥാനക്ക് സ്ഥാപനാക്കി. അതുകൂടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ബാംഗ്ലൂരിലൊരു
റിസർച്ച് സെൻറ്ററും സ്ഥാപിച്ചു. അബി രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കെ നാം സെ പ്രസിദ്ധ ഹെ. ഇപ്പോഴും അത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ പ്രസിദ്ധമാണെന്ന്. ഭൗതിക് ശാസ്ത്രമേ അനുസന്ധാൻ കെ ലിയെ ഇന്ത്യൻ ജേർണൽ ഓഫ് ഫിസിക്സ് നാമക് ശോധ പത്രിക ആരംഭിക്കുക. അതുകൂടാണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഫിസിക്സിൻ്റെ ആ ഒരു ശാസ്ത്രത്തിൽ അനുസന്ധാൻ കെ ലിയെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനിയും പഠിക്കുന്നതിന് വേണ്ടി വരുന്ന തലമുറക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ജേർണൽ ഓഫ് ഫിസിക്സ് നാമക് ശോധ പത്രിക, ഒരു റിസർച്ച് പത്രികയും കൂടി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു എന്ന് ആരംഭിക്കുന്നു പറഞ്ഞാൽ തുടങ്ങി. നെക്സ്റ്റ് എന്താണ്, സർ ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ കെ ജീവൻ മേ പ്രാപ്ത് ഹോനെ വാലെ സന്ദേശവും കോ അപ്ന ശബ്ദവും ലിഖിയെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയിലൂടെ നമ്മൾക്ക് കിട്ടുന്ന സന്ദേശം എന്താണെന്നാണ്. സർ ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ കെ ജീവൻ മേ ഹമേ സദൈവ് ആകെ ബഡ്നെ കാ സന്ദേശ് മിൽതാ ഹെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം കണ്ടിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ജീവിതത്തിൽ സദൈവ് എപ്പോഴും എന്താണ് മുന്നോട്ട് പോകാൻ. എങ്ങനെ മുന്നോട്ട് പോകാൻ, രാമൻ കി തര സുഖസുവിധാവും ചോഡ്കർ, അതായത് ചെറുപ്പത്തിൽ തന്നെ സർക്കാർ ജോലിയൊക്കെ കിട്ടി അങ്ങനെ സുഖിച്ചിരിക്കാണ്ട് അദ്ദേഹം ചെയ്ത പോലെ തന്നെ സുഖസുവിധാവും ചോഡ്കർ, തൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അപ്പനി പ്രതിഭാവും ഉപയോഗം, ഓരോരോ വ്യക്തികളിലും അവരവർക്ക് അവരവരുടേതായ കഴിവുകളുണ്ടല്ലോ. അപ്പോൾ ആ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ദേശീയ ഉന്നതിക്ക് ഓർ ആകെ ബഡ്ത്തെ രഹന ചാഹിയെ, ദേശത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹം പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശമാണ് നൽകുന്നത്. രാമനെ ഹമേ സന്ദേശ് ദിയാക്കി ഹമേ അപ്പനെ ആസ്പാസ് കി വിഭിന്ന പ്രാകൃതിക് ഘടനാവോം കി ചാൻ പീൻ വൈജ്ഞാനിക ദൃഷ്ടിസെ കർണിച്ചാകിയെ. അദ്ദേഹം എന്ത് സന്ദേശമാണ് നൽകിയത്, നമുക്ക് ചുറ്റും കാണപ്പെടുന്ന വിഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളായ പ്രകൃതിയിലുള്ള പല പല സംഭവങ്ങളും അതിലൊക്കെ ചാൻബീൻ എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യുക, അതെന്താണ് നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെ വൈജ്ഞാനിക ദൃഷ്ടിസെ കർണിച്ചാകി, ഒരു റിസർച്ചർ പോലെ നമ്മളതെല്ലാം കണ്ടുപിടിക്കണം. അതെന്താണ് ഇതെന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അതെന്താണ് അങ്ങനെ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കണം. അമ്മ പ്രകൃതിക്ക് ബീച്ച് ചുപ്പേ വൈജ്ഞാനിക രഹസ്യ ഗോജ് കർണച്ചാകി. ഈ പ്രകൃതിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു രഹസ്യങ്ങൾ, ശാസ്ത്രീയമായ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ അദ്ദേഹം ഈ ഭാരതത്തിലെ യുവാക്കളെ പ്രേരിപ്പിച്ചു. അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത്. നിമ്നലിഖിതಕ್ಕೆ ആശയം സ്പഷ്ട കീജിയെ, അത് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ആശയം വ്യക്തമാക്കാനാണ് പറയുന്നത്. उनके लिए सरस्वती की साधना सरकारी सुख सुविधाओं से कहीं अधिक महत्वपूर्ण थी. അദ്ദേഹത്തിന് സരസ്വതിക്ക് സാധന, സരസ്വതിയെ പൂജിക്കുക എന്നുള്ളത് സർക്കാർ ജോലി അല്ലെങ്കിൽ സർക്കാർ ജോലിയിലുണ്ടായിരുന്ന സമയത്ത് ആ സുഖസൗകര്യങ്ങളെക്കാളും അധികം മഹത്വപൂർണ്ണതയെന്ന്. സരസ്വതി എന്ന് പറഞ്ഞാൽ എന്താണ്, വിദ്യാഭ്യാസത്തിൻ്റെ ദേവത അല്ലെങ്കിൽ അറിവ് നൽകുന്ന ദേവത. അപ്പോൾ അദ്ദേഹം ആ സർക്കാർ ജോലിയിൽ സുഖിച്ചങ്ങനെ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ മഹത്വം കണ്ടിരുന്നത് എന്തിനാണ്, സരസ്വതിക്ക് സാധന എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതായിരുന്നു ഒന്ന്. അപ്പോൾ അത് വ്യക്തമാക്കാനാണ് അവർ പറയുന്നത്. डॉक्टर रामन विश्वविद्यालय के शिक्षक बनकर अध्ययन और शोध कार्यों में अपना पूरा समय बिताना चाहता थे. അദ്ദേഹം വിശ്വവിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നുകൊണ്ട് പഠിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ പഠിക്കുകയും പിന്നെന്താണ് തൻ്റെ റിസർച്ച് കാര്യങ്ങളിൽ മുഴുവൻ സമയവും കഴിയുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇസ്കേലിയെ സർക്കാരി സുഖസുവിധാവും കോബി ഉനനെ ചോദ്യ. അദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്തു, സർക്കാർ ജോലി ഗവൺമെൻറ് ജോലി ഉപേക്ഷിച്ചുകൊണ്ട് प्रोफेसराई मारी. क्योंकि वे शिक्षा पाने और देने का काम അതിമഹത്വപൂർണ്ണ സംസാധ. എന്തുകൊണ്ടാണ്, അദ്ദേഹം പഠിക്കുക അതോടൊപ്പം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. യാ അപ്പനെ ആപ്പം एक ആധുനിക ഹടയോഗ ഉദാഹരണം താ. അപ്പോൾ ഇത് എന്താണ്, ഈ ആധുനിക യുഗത്തിൽ ഉറച്ചു നിൽക്കുക തൻ്റെ ആ തീരുമാനത്തിൽ, അത് വ്യക്തമാക്കുന്നത് എന്താണ്, രാമൻ കെ സമയമേ ശോധകാര്യ കർണയ്ക്കിലെ പരിസ്ഥിതിയാം ബിൽക്കുൽ വിപരീത ദി. ആ കാലഘട്ടത്തിൽ റിസർച്ച് ചെയ്യുക എന്നുള്ളത് അതിനുള്ള സംവിധാനങ്ങൾ വളരെയധികം പരിമിതമായിരുന്നു. ഫിർബി ഉസ്നെ കിസി ന കിസി തര അപ്പന റിസർച്ച് കാര്യ സിദ്ധ കർ ലേത്തെ थे. എന്നിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തു, ആ പരിമിതികളിൽ നിന്നും അദ്ദേഹം തൻ്റെ റിസർച്ച് കാര്യങ്ങൾ നേടിക്കൊണ്ടേയിരുന്നു. വേ സർക്കാരി നൗകരി ബി കർത്തേതെ. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ
സമയം നിക്കാൽക്കർ ശോധ കാര്യ भी करते थे. സമയം കണ്ടെത്തി അദ്ദേഹം റിസർച്ച് കാര്യങ്ങളും ചെയ്തിരുന്നു. ഇസ്കേലെ സമയം പാത്തേഹി സമയം കിട്ടുമ്പോഴൊക്കെ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് കി പ്രയോഗശാലാമേ ആക്കർ ആ ഒരു ലബോറട്ടറിയിൽ വന്നിട്ട് ജോലി ചെയ്തിരുന്നു. ഈസ് പ്രയോഗശാലാമേ ഉപകരണമൊക്കെ നിതാന്ത അഭാവത ഇവിടെ എന്താണ് അവിടെ വളരെയധികം സാധനങ്ങളുടെ വളരെയധികം കുറവുണ്ടായിരുന്നു. ഫിർബി മാമൂലി ഉപകരണവും സെബി അപ്പന പ്രയോഗശാലാക്ക കാം കർത്താത് ആ നിസ്സാരമായ ഉപകരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ റിസർച്ച് ചെയ്ത് പൂർത്തിയാക്കിയിരുന്നത്. ഇസ്തരബ ഏക് പ്രകാർക്ക ഹഠയോഗ് ഹീത അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം തൻ്റെ ആ ഒരു ഹഠയോഗ് ആ ഉറച്ച തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. എന്തെല്ലാം പരിമിതികളും പോരായ്മകളും ഉണ്ടായിട്ടും ആ റിസർച്ച് കാര്യങ്ങൾ അദ്ദേഹം മുടക്കില്ലാതെ നടത്തിക്കൊണ്ടിരുന്നു എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ഹമാരെ പാസ് ऐसी न जाने कितनी ही चीज़ें बिखरी पड़ी है जो अपने पात्र की तलाश में है. നമ്മുടെ ചുറ്റും അത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ബിക്രി പടി എന്ന് പറഞ്ഞാൽ വിതറിക്കിടക്കുന്ന സാധനങ്ങൾ അപ്പനെ പാത്രയ്ക്ക് തലാശ് മേ എന്നാണ്. അതെന്താണെന്ന് അവരിൽ തന്നെ അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവർ നമ്മളെ ഇങ്ങനെ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? रामन ने कहा कि अपने आसपास के विभिन्न प्राकृतिक घटनाओं की छानबीन वैज्ञानिक दृष्टि से करनी चाहिए. രാമൻ എന്താ പറഞ്ഞത്? നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന പ്രകൃതിയിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള സംഭവങ്ങൾ അതിൻ്റേക്ക് ചാൻബീൻ അതിനെ ഇങ്ങനെ എന്താ പറയുക തെരഞ്ഞു പിടിച്ച് അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ അതിനെക്കുറിച്ച് പഠിക്കണമെന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഉനോനെ സംഗീതയ്ക്ക് സുർത്താൾ അവർ പ്രകാശ് കി കിരണോ അദ്ദേഹം സംഗീതയ്ക്ക് സുർത്താൾ ആ സംഗീത ഉപകരണങ്ങളിൽ നിന്നും എങ്ങനെയാ ശ്രുതി ഉണ്ടാവുന്നു എന്നും പ്രകാശ് കി കിരണേ പ്രകാശത്തിൻ്റെ കിരണങ്ങളിൽ ആബാക്കെ അന്തർസെ വൈജ്ഞാനിക സിദ്ധ ഗോജ് നിക്കാലേ ഈ പ്രകാശകിരണങ്ങൾ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചു. इसी प्रकार देश के सभी व्यक्ति हमारे आसपास के वातावरण में अनेक प्रकार की चीज़ें बिखरी हुई है. ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റും വിതറിക്കിടക്കുന്ന സാധനങ്ങളിൽ എന്തൊക്കെയാണ് എന്താണ് അതൊക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളതൊക്കെ കണ്ടുപിടിക്കണം. എങ്ങനെ വൈജ്ഞാനിക ഒരു സയൻറ്റിസ്റ്റിൻ്റെ രീതിയിൽ ഉസ്കി ഓർ വൈജ്ഞാനിക ദൃഷ്ടി സെ ഖോജ് കരെ അത് സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുക എന്നായിരുന്നു അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.